നല്ല ചുമന്ന കറി, എണ്ണയൊക്കെ പാടെ ചെടി പോലെ എണ്ണയുള്ളൊരു കറി. ഇത് മീൻ പറ്റിച്ചതാണ്, മുളക് മാത്രം ഇട്ട്, മഞ്ഞളും മുളകും ചേർത്ത് മീൻ പറ്റിച്ചത്. അതിൻ്റെ കൂടെ അത്യാവശ്യം വേറെ സാധനങ്ങളും ചേർത്ത് കിട്ടോ. ആ കറി എങ്ങനെ വെച്ചെന്ന് കാണണ്ടേ? ഒട്ടും ചാറല്ല, വെള്ളമൊന്നും മുകളിലില്ല, എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നൊരു മീൻ കറി. ഈ കറി വെച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഒരു 2-3 ദിവസം ഇരിക്കുന്ന പോലത്തെ ഒരു മീൻ കറി വെക്കണം. കാരണം ഈസ്റ്ററിന് പല കൂട്ടം ഉണ്ടല്ലോ, ഇറച്ചിയും മീനും, മീൻ തന്നെ വറുത്തതും ഇറച്ചിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളിക്കൊന്നും ചേർക്കാതെ മുളക് മാത്രം ചേർത്ത് നമ്മൾ കറി വയ്ക്കുന്നത്. അങ്ങനെ ഇന്ന് മീൻ മുളക് കറി വയ്ക്കും. അപ്പം ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം പറ്റുമ്പോഴത്തേനും പുളി, കുടംപുളി ഇട്ടാണ് വെക്കുന്നത്. കുടംപുളി ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് ഉരുക്കി, ഇതിനേക്കാൾ കുറേ കൂടെ വെള്ളം ഉണ്ടായിരുന്നു, പറ്റിച്ചതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ചേർക്കാതെ ഉണ്ടാക്കും കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി ഉള്ളി ഏതാണ് ചേർക്കുക. കറിവേപ്പില, ഉപ്പ്, കടുക്, ഉലുവ, മഞ്ഞൾ, മുളക്. ഇതാണ് നമ്മുടെ മീൻ. ഇനി വെള്ളം പറ്റി വരുന്നുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും തക്കാളിക്കായും ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അല്പം എണ്ണ ഒഴിച്ചാലും മതി. ഒരല്പം കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ 2-3 ഉലുവ, ഒരു 10-12 ഉലുവ, അത്ര മതി കേട്ടോ. ഉലുവ ടേസ്റ്റിന് മാത്രം. പൊട്ടി വരുന്നുണ്ട്. നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. പല കാര്യങ്ങളല്ലേ, അപ്പം നമ്മൾ ഒരൽപ്പം പൊടിയായിട്ട് അരിഞ്ഞ് സവോളയും കൂടി മിച്ചം വന്നിട്ടുണ്ട്. അതും കൂടെ നമ്മൾ അതിനുള്ളിൽ കറി ചേർത്തേക്ക് ചേർക്കും. പിന്നെ കറിവേപ്പില, ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കടുക് പൊട്ടിക്കുന്ന പോലെ മൂത്തിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇത് ഏതാണ്ട് ഉണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. അതിനൊപ്പം തന്നെ വെളുത്തുള്ളി, ഒരല്പം ഉപ്പിട്ട് കൊടുക്കും. കുടംപുളിക്കകത്ത് ഉപ്പിട്ടതാണ്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. നമുക്കൊരൽപ്പം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 കിലോ അടുത്ത് മീനുണ്ട്. അപ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് വയ്ക്കാം. നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. മുളകിൻ്റെ നല്ലൊരു കുത്തലൊക്കെ വരുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. എന്നിട്ടും ഇനി നമുക്ക് ഒന്ന് തിളക്കട്ടെ. നല്ല ചുമന്ന നിറ തിളച്ചിട്ടുണ്ട്. ഇത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി. ഈ പുളിക്ക് വേണ്ടി പുളിയൊന്നും ഇനി കാണില്ല. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇതുവരെ ഒന്ന് അതൊക്കെ കഴിക്കും.
പുളി കഴിച്ച് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്കൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്കകത്തും ഉപ്പിനകത്തും മീൻ കുറച്ച് സമയം ഇട്ടിരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപ്പിടണ്ട, വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. അപ്പം നമ്മുടെ മീൻ കറി വലിയ പെട്ടെന്ന് ടപ്പയെന്ന് കറി കഴിഞ്ഞു. നമ്മൾ തക്കാളിക്ക് അരച്ച് ചേർത്തില്ല, തക്കാളിക്ക് അരിഞ്ഞിട്ടില്ല, മല്ലി തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. മീൻ പറ്റിച്ചത്. ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് 2-3 ദിവസം പതുക്കെ ചട്ടി ഒന്ന് അനക്കി മീൻ ചൂടാക്കി വയ്ക്കുക. ഇത്തിരി തിളച്ച് പോകരുത്. 2-3 ദിവസം കൂട്ടാം. മഞ്ഞളും മുളകും ഉലുവ കടുക് മാത്രം ചേർത്ത മീൻ കറി തിളയ്ക്കുന്നുണ്ട്. ഇളക്കിയ ചിലപ്പോൾ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മീൻ അറിയാത്ത പോലെ പതുക്കെ ഇളക്കാറുള്ളൂ. നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്, പുളിയുണ്ട്. നമുക്ക് 2 കഷ്ണം പുളി എടുത്ത് മാറ്റാം. 3-4 കഷ്ണം ഇട്ടിട്ടില്ലായിരുന്നു. മുഴുവനും മാറ്റണ്ട, ബാക്കിയോടെ കിടന്നോട്ടെ. 2 കഷ്ണം എടുത്ത് മാറ്റിയേക്കാം. ഈ പുളിയും കൂടെ കഴിക്കാൻ കൊള്ളാം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ കറിക്കകത്തിട്ട് വെന്ത് കഴിഞ്ഞിട്ട് എടുത്ത് കളയുമായിരുന്നു കറിവേപ്പില പോലെ. പക്ഷേ ഇത് കുടംപുളി ക്യാൻസറിനെതിരെ, പ്രത്യേകിച്ച് സ്കിൻ ക്യാൻസറിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്നതാണ്. വയറിന് സുഖം ഉള്ളതാണ്. അതുകൊണ്ട് കറിക്കകത്ത് കിടക്കുന്ന പുളിയോടെ നമുക്ക് കഴിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം. പിന്നെ അതിൻ്റെ സത്തൊക്കെ നമ്മുടെ കറിക്കകത്തോട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് കഴിച്ചില്ലേലും കുഴപ്പമില്ല. ഞാൻ തീ കുറച്ച് വെച്ചു. ഇനി നമുക്കൊന്ന് പതുക്കെ മൂടി വയ്ക്കാം. നമ്മുടെ കറി ഇരുന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു 10-15 മിനിറ്റായി. പറ്റായിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് അടുത്ത് കാണിക്കാം. കണ്ടോ, നമ്മുടെ നല്ല ചുമന്ന മുളക് ചാറ് കറി. എണ്ണയൊക്കെ തെളിഞ്ഞ് ചേച്ചി പിടിച്ചാലേ മനസ്സിലാവുണ്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി സ്റ്റൗ ഓഫാക്കി എന്നിട്ടും പതുക്കെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. നമുക്കൊരു കുറച്ച് സമയം കൂടെ മൂടി വയ്ക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു മീൻ കറിയാണിത്.